തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അത് സജീവമാണ്. പ്രഖ്യാപനം മാത്രമേ വരാനുള്ളൂ. UDF ഒട്ടുമിക്കയിടത്തും സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്റ്റാൻഡ്. തുടർ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? അല്ല, നമ്മൾ തീർച്ചയായിട്ടും പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ എനിക്ക് MLA-ഷിപ്പ് പോലും ഞാൻ രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. ആ രാഷ്ട്രീയ സാഹചര്യം ഒന്നുകൂടി ശക്തമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ കേരളത്തിൽ. സ്വാഭാവികമായും ആ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. UDF-മായി എന്തെങ്കിലും ചർച്ചകൾ ഇതിനകം നടന്നോ? ഔദ്യോഗികമല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഔദ്യോഗികം ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു തീരുമാനം അടുത്ത UDF യോഗത്തിൽ. UDF-മായി സഹകരിക്കാൻ താങ്കൾക്കും താങ്കളെ സഹകരിപ്പിക്കാൻ UDF-നും താല്പര്യമുണ്ട് നിലവിൽ? തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.